നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 443 443. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 30-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകമാണ് ഇന്ന് മുതൽക്ക് പറയുന്നത്. ഇന്ന് 24-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. നമോ വിശുദ്ധസത്വായ ഹരയേ ഹരിമേധസേ വാസുദേവായ കൃഷ്ണായ പ്രഭവേ സർവസാത്വതാം. ഇതാണ് ശ്ലോകം. അതിനെ വാക്കാർത്ഥം പറയുമ്പോൾ പരിശുദ്ധമായ സത്വഗുണത്തോടു കൂടിയവനും സന്താപത്തെ സംഹരിക്കുന്നവനും സർവയാദവന്മാരുടെ പ്രഭുവും വാസുദേവൻ്റെ പുത്രനുമായ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം വരിക. അപ്പോൾ ഇതിൽ 21-ലെ 3 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനിയും 18 ശ്ലോകങ്ങൾ ഈ സ്തുതിയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്നെങ്ങനെയാണ് വരുന്നത്? വിശുദ്ധമായ സത്വഗുണത്തെ അംഗീകരിച്ചും ഭക്തന്മാരുടെ സങ്കടങ്ങളെ, ഭക്തിയില്ലാത്തവരുടെ സങ്കടങ്ങളല്ല. അപ്പോൾ ഗുരുവായൂരൊക്കെ ക്യൂ നിൽക്കണവർ മുഴുവൻ ഭക്തന്മാരാണോ ചോദിച്ചാൽ അല്ല. കാരണം സങ്കടം ഹരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിൽക്കില്ലല്ലോ അവിടെ. ഇപ്പം ഞാനെങ്ങനെയാണ്, എൻ്റെ സങ്കടങ്ങൾ ഭഗവാൻ ഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട് വിട്ടു പുറത്തേക്ക് പോകണില്ല. ഗുരുവായൂർക്കും പോകണില്ല, പട്ടാമ്പി ഗുരുവായൂർക്കും പോകണില്ല. പറയുമ്പോൾ പട്ടാമ്പി ഗുരുവായൂർ എൻ്റെ അച്ഛമ്മകളുടെ ട്രസ്റ്റായിരുന്നു. ആയിക്കോട്ടെ, എൻ്റെ ട്രസ്റ്റ് എന്നിലുള്ള ദേവനല്ല. ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് യോഗോ ജീവ. എൻ്റെ ഹൃദയപത്മത്തിൽ വസിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ ഈ ദൈവത്തിൻ്റെ പ്രതിബിംബാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത്, സകല യാദവന്മാരെ പരിപാലിച്ചും കൊണ്ടിരിക്കുന്ന വസുദേവപുത്രനായ ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി 30-ാം അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം നമ്മൾക്ക് 4-ാമത്തെ ശ്ലോകമായിട്ടാണ് വരിക. ഏത്? കൃഷ്ണനെ കീർത്തിക്കുന്നത്. നമ കമലനാഭായ നമ കമലമാലിനേ നമ കമലപാദായ നമസ്തേ കമലേക്ഷണ. അതായത് നാഭിയിൽ താമരപ്പൂവോടുകൂടിയവനും താമരപ്പൂമാല ധരിച്ചവനും താമരപ്പൂ പോലെ മൃദുവായ പാദങ്ങളോടുകൂടിയവനുമായ അങ്ങേക്കായി കൊണ്ട് താമരതളം പോലെ ഇരിക്കുന്ന നേത്രങ്ങളോടുകൂടിയവനെ അങ്ങേക്ക് നമസ്കാരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, നാഭിയിൽ താമരപ്പൂവിനെ ധരിച്ചിരിക്കുന്ന നിന്തുരുവടിക്കായി കൊണ്ട് നമസ്കാരം. താമരതളം പോലെ കെട്ടിയ മാലയെ ധരിച്ചിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. താമരതളം പോലെ മൃദുവായ പാദതലത്തോടു കൂടിയ ഭഗവാന് നമസ്കാരം. ഹേ കമലാക്ഷ, അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം സ്തുതിയിലെ എത്രാമത്തെ വരുന്നത്? 5-ാമത്തെ. അതെന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ കമല കിഞ്ചൽ കപ്പിശങ്കാമലവാസേ സർവഭൂത നിവാസായ. ആ ഒരു വാക്ക്, സർവഭൂത നിവാസായ, എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നവനെ. ആരാ ശത്രു ഇവിടെ, ആരാ മിത്രം ഇവിടെ? അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ സർവഭൂത നിവാസായ നമോ അയുക്ഷ്മഹി സാക്ഷിണേ. അതായത് താമരകേസരം പോലെ മഞ്ഞ നിറവും നൈർമല്യവുമുള്ള വസ്ത്രത്തോടു കൂടിയവനും സകല ജീവജാലങ്ങളുടെ വാസസ്ഥാന ഭൂതനും സകലത്തെയും കാണുന്നവനുമായിരിക്കുന്ന അങ്ങേക്കായി കൊണ്ട് നമസ്കാരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആരും അറിവില്ലാതെ കണ്ട് ഭഗവാൻ എൻ്റെ കഷ്ടപ്പാടുകളെ കാണുന്നില്ലല്ലോ എന്ന് പറയരുത്. പറഞ്ഞാൽ അതൊരു അപരാധമാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു അപ്പോൾ അതെ അപ്പോൾ പറഞ്ഞു അങ്ങേക്കായിക്കൊണ്ട് നമസ്സിനെ ഞങ്ങൾ ആചരിക്കുന്നു. നമസ്കാരത്തെ ഞങ്ങൾ ആചരിക്കുന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം, താമരപ്പൂവിനുള്ളിലുള്ള കേസരം പോലെ മഞ്ഞ നിറമുള്ള പട്ടുവസ്ത്രങ്ങളെ ധരിച്ചിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. സർവജീവജാലങ്ങളുടെയും നിവാസസ്ഥാനമായും സർവത്തിൻ്റെയും സാക്ഷിയായും ഇരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകം സ്തുതി. രൂപം ഭഗവതാതേ ദ്വേദശേഷക്ലേശ സംശയം ആവിഷ്കൃതം ന ക്ലിഷ്ടാനാം കിം അന്യതനുഗൃംഭിതം. സകല ക്ലേശങ്ങളെ നിശേഷം നശിപ്പിക്കുന്ന ഈ രൂപം ക്ലേശിച്ചിരുന്ന ഞങ്ങൾക്ക് പ്രകാശിപ്പിക്കപ്പെട്ടു. അന്യമായ എന്തൊരു ദയയാണ് കാട്ടുവാനുള്ളത്? ഇനിയൊന്നുമില്ല, ഇനിയൊന്നും കാട്ടാനില്ല. അത്രത്തോളം തന്നു കഴിഞ്ഞു ഭഗവാൻ. അതാ പറഞ്ഞത്. വരം വരിക്കുവിൻ എന്ന് ഭഗവാൻ അരുളി ചെയ്തതിൻ്റെ സമാധാനം പറയുന്നു. അവിദ്യാദികളായ ക്ലേശങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സകല ക്ലേശങ്ങളെയും ദർശനമാത്രത്താൽ നശിപ്പിക്കുന്നതിന് സമർത്ഥമായ ഈ ദിവ്യരൂപത്തെ നിന്തിരുവടി ഞങ്ങൾക്ക് കാട്ടിത്തന്നുവല്ലോ. ഇതിനേക്കാൾ മീതെ ഇനി എന്തൊരനുഗ്രഹമാണ് ചെയ്യുവാനുള്ളത്? തന്നിൽ വസിക്കുന്ന ഈശ്വരനെ അറിയാതെ കണ്ട് തെക്കും വടക്കും അലഞ്ഞിട്ട് എന്താ കാര്യം? 28 ശ്ലോകം 28 നമ്മൾക്ക് ഇവിടെ സ്തുതി. 7ാമത്തെ ശ്ലോകം. ഏതാവത്വം ഹി വിഭുഭിർഭാവ്യം ദീനേഷു വത്സലൈ യദനുസ്മര്യതേ കാലേ സ്വബുദ്ധ്യാ ഭദ്രരന്ധന. അതായത് ദുഃഖിതന്മാരിൽ വാത്സല്യമുള്ള പ്രഭുക്കളാൽ ഹേ അമംഗളത്തെ നശിപ്പിക്കുന്നവനെ, അവരുടെ ബുദ്ധി കൊണ്ട് സമയത്തിൽ ഓർമ്മിക്കപ്പെടുന്നുവെന്നത് യാതൊന്നോ ഇത്രമാത്രം ചെയ്യത്തക്കത്. ഇതിനേക്കാൾ മീതെ ചെയ്യാൻ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. ഹേ അമംഗളങ്ങളെ നശിപ്പിക്കുന്ന വിഭോ, ദുഃഖിതന്മാരായ ഭൃത്യന്മാരിൽ വാത്സല്യമുള്ള പ്രഭുക്കൾ ചെയ്യേണ്ടതായ കാര്യം ഇതുമാത്രമാകുന്നു. ഭൃത്യജനം പ്രഭുക്കളെ ആശ്രയിക്കുന്ന സമയങ്ങളിൽ ഇവൻ എൻ്റെ ഭൃത്യനാണെന്ന് മാത്രം ഓർമ്മ വയ്ക്കണം. അതിൽ കൂടുതലൊന്നുമില്ല. എന്നാൽ കണ്ടു നിൽക്കുന്നവർക്ക്, കേട്ടു നിൽക്കുന്നവർക്ക് പ്രഭു തന്നെയാണ് ഭൃത്യൻ എന്നുള്ളത് മനസ്സിലാവും. ഭൃത്യനെ തൊട്ട് കളിച്ചാൽ പ്രഭു ഉണ്ടാതേണ്ടിരിക്കില്ല എന്നുള്ളൊരു തോന്നൽ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അപ്പോൾ അടുത്തത് 29ാമത്തെ ശ്ലോകം നമ്മൾക്ക് 8ാമത്തെ ശ്ലോകം സ്തുതി. എന്താണ്? ഏനോപശാന്തിർഭൂതാനാം ചുല്ലുകാനാം മവീഹതാം അന്തർഹിതോ അന്തർഹൃദയേ കസ്മാന്നോ വേദന ആശിഷാം. അതായത് യാതൊന്നിനാൽ പ്രാണികൾക്ക് സർവക്ലേശ ശമനം ഉണ്ടാകുന്നു. അത് തുച്ഛങ്ങളാണെങ്കിലും ആഗ്രഹിക്കുന്നവരുടെ ഹൃദയാന്തർഭാഗത്തിൽ മറഞ്ഞിരിക്കുന്നവൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ എന്തു കാരണത്താൽ അറിയുന്നില്ല. കാരണം നമ്മൾ മായയിൽ കുടുങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അജ്ഞാനമാകുന്ന അന്ധകാരത്തിലായിരിക്കും. അതിനെ മാറ്റേണ്ട ചുമതല നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? ആ വിധം ഭൃത്യജനങ്ങളെക്കുറിച്ച് നിന്തിരുവടിക്കുണ്ടായ സ്മരണത്താൽ തന്നെ അവരുടെ സകല ക്ലേശങ്ങളും നശിച്ച് പരമാനന്ദം അവർക്ക് അനുഭവപ്പെടും. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അങ്ങയോട് വരിക്കണമെന്നാണല്ലോ നിന്തിരുവടി അരുളി ചെയ്തത്. എത്രയും തുച്ഛങ്ങളായ പ്രാണികളുടെയും സർവമനോഭാവങ്ങളെയും അറിഞ്ഞ് സർവസാക്ഷിയായി സർവന്തര്യാമിയായിരിക്കുന്ന ഭവാൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അറിയാതിരിപ്പാൻ സംഗതിയില്ലല്ലോ. ഇതാണ് സ്തുതിയുടെ ഗഹനത. അടുത്തത് 30ാമത്തെ ശ്ലോകം 9ാമത്തെ സ്തുതി ഈ അധ്യായത്തിൽ കേട്ടോ.
അസാവേവാവരോ അസ്മാകം ഈപ്സിതോ ജഗതപതേ പ്രസന്നോ ഭഗവാൻ യേഷാം അപവർഗ ഗുരുർഗതി. ഇതാണ് ശ്ലോകം. അതായത് ലോകരക്ഷക, ഹേ ലോകരക്ഷക, ലോകരക്ഷകന് ലോകത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ നിന്തിരുവടി യാതൊരുത്തരുടെ നേരെ പ്രസന്നനോ അവർക്ക് മോക്ഷമാർഗത്തെ ഉപദേശിക്കുന്നവനും പ്രാപ്യസ്ഥാനഭൂതനുമാകുന്നു. പ്രാപിക്കാൻ ഉതകുന്ന ആളാണ് അദ്ദേഹം. ഞങ്ങൾക്ക് ഇഷ്ടവരം ഇത് തന്നെ. അങ്ങക്ക് ഞങ്ങളെ ഉൾക്കൊള്ളാൻ സാധിച്ചുവല്ലോ, അത് മതി. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. എല്ലാം നിന്തിരുവടി അറിയുന്നുവെങ്കിലും ഞങ്ങൾ തന്നെ ആഗ്രഹം ഇന്നതാണെന്ന് പറയണം എന്നാണ് നിന്തിരുവടിയുടെ ആജ്ഞയെങ്കിൽ പറയാം. സർവൈശ്വര്യപരിപൂർണനായ ഭവാൻ ഞങ്ങളിൽ പ്രസാദിക്കണം. ഇതുതന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വരം. എന്തുകൊണ്ടെന്നാൽ സംസാരമാർഗങ്ങളെ അതിക്രമിച്ച് മോക്ഷം പ്രാപിക്കേണ്ടതായ ക്രമത്തെ ഉപദേശിക്കുന്ന പരമഗുരുവും പരമപുരുഷാർത്ഥ സ്വരൂപനും നിന്തിരുവടിയാണല്ലോ. അതെ, ഓണർ മെമ്പർ 25 കോടി തുച്ഛാണ്. ഈ ഭാഗവത അനുഭൂതി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്തത് 31ാമത്തെ ശ്ലോകം, നമ്മൾക്ക് 10ാമത്തെ സ്തുതി. അതെന്താ? വരം വൃണീം അഹോ അധാപിനാദത്വൽപരത പരാത് ന ഹൃദസ്ത്വദ്വിഭൂതീനാം യോ അനന്ത ഇതി ഗീയസേ. അങ്ങയുടെ ഐശ്വര്യങ്ങൾക്ക് അവസാനമില്ല. യാതൊരുവൻ അനന്തൻ എന്ന് കീർത്തിക്കപ്പെടുന്നു. പ്രഭോ, പ്രഭുക്കന്മാരിൽ വെച്ച് പ്രഭുവായ അങ്ങയിൽ നിന്ന് വരത്തെ ഞങ്ങൾ വരിക്കുന്നു. പ്രഭുക്കളിൽ വെച്ച് പ്രഭുക്കനാണെന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. നിന്തിരുവടി പ്രസാദിച്ചുകൊണ്ടു തന്നെ ഞങ്ങൾക്ക് കൃതാർത്ഥന്മാരായി ഭവിച്ചു. എങ്കിലും ബ്രഹ്മാദിദേവന്മാരിൽ വെച്ച് പ്രഭുവായും സർവരക്ഷകനായും ഇരിക്കുന്ന അങ്ങയിൽ നിന്ന് ഞങ്ങൾ വരം വരിക്കുന്നുണ്ട്. അങ്ങയുടെ ഐശ്വര്യങ്ങൾക്ക് അവസാനമില്ലാത്തത് കൊണ്ട് അനന്തൻ എന്ന നാമധേയത്താൽ നിന്തിരുവടി കീർത്തിക്കപ്പെടുന്നുവല്ലോ. ഇത് അറിയണ്ട പോയാലത്തെ പൊല്ലാപ്പ് ആലോചിച്ച് നോക്കൂ. അടുത്തത് 32ാമത്തെ ശ്ലോകമാണ്. സ്തുതിയിലെ 11ാമത്തെ ശ്ലോകമാണ്. പാരിജാതേ അഞ്ജസാലബ്ധേ സാരംഗോ അന്യന്ന സേവതേ ത്വദംഘ്രിമൂലമാസാദ്യ സാക്ഷാൽ കിം കിം വൃണീമഹി. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പാരിജാതം പ്രയാസം കൂടാതെ ലഭിച്ചിരിക്കുമ്പോൾ ഭ്രമരം, അതായത് വണ്ട് അന്യത്തെ സേവിക്കുന്നില്ല. അങ്ങയുടെ പാദമൂലത്തെ പ്രത്യക്ഷമായി പ്രാപിച്ചിട്ട് പിന്നെ എന്തിനെ ഭരിക്കട്ടെ? പിന്നെ എന്തിനെ ഭരിക്കാനുള്ളത്? എല്ലായി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. പാരിജാതം എന്ന ദേവവൃക്ഷത്തെ പ്രയാസം കൂടാതെ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രസം അനുഭവിക്കുന്ന വണ്ട് അന്യവൃക്ഷത്തെ സേവിക്കുന്നില്ലല്ലോ. അതുപോലെ നിന്തിരുവടിയുടെ പാദമൂലത്തെ ഇപ്രകാരം പ്രത്യക്ഷമായി പ്രാപിച്ചതിൽ പിന്നെ അന്യമായ എന്തു വരത്തെയാണ് വരിക്കേണ്ടത് എന്ന് ആയി. ഇനി 33ാമത്തെ ശ്ലോകം നമ്മൾക്ക് 12ാമത്തെ സ്തുതിയായിട്ട് വരും. യാവത്തേ മായയാ സ്പൃഷ്ട ഭ്രമമാമ ഇഹ കർമ്മഭീ താവൽ ഭവൽ പ്രസംഗാനാം സംഗസ്യാന്നോ ഭവേ. അങ്ങയുടെ മായയാൽ സ്പർശിക്കപ്പെട്ടിട്ട് ഇതിൽ കർമ്മങ്ങൾ നിമിത്തം ഏതുവരെ ഭ്രമിക്കുന്നുവോ, അതാണ് ഭ്രമാമ, അതുവരെ ജന്മം തോറും ഭവാനിൽ ആസക്തിയോടുകൂടിയവരുടെ സംസർഗം ഞങ്ങൾക്കുണ്ടാകണം. അപ്പോൾ ആസക്തി എന്നുള്ള വാക്കിനല്ല കുഴപ്പം. ആസക്തി ഏത് വാക്കിനോട് നിൽക്കണോ അത് പോസിറ്റീവായാൽ മതി.
ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അങ്ങയുടെ മായാബാധ നിമിത്തം കർമ്മങ്ങൾക്ക് അധീനരായിട്ട് ഞങ്ങൾ എത്ര കാലം ഈ സംസാരത്തിൽ തിരിയുന്നവരായി ഭവിക്കുന്നുവോ അത്ര കാലവും ആ ജന്മങ്ങളിലെല്ലാം നിന്തുരുവടിയിൽ ഭക്തന്മാരായവരുടെ സംസർഗം ഞങ്ങൾക്ക് ലഭിക്കണം. ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പാടി ഉല്ലസിക്കാൻ സാധിക്കണം. അപ്പോൾ 34-ാമത്തെ ശ്ലോകം 13-ാമത്തെ സ്തുതിയായിട്ട് വരും. അപ്പോൾ എങ്ങനെ? തുലയാമലവേനാഭി ന സ്വർഗം ന പുനർഭവം ഭഗവത്സംഗസംഗസ്യാമർത്യാനാം കിം ഉദാശിഷാം. ഒരു മനുഷ്യന് അതിൽ കൂടുതലൊന്നും ലഭിക്കേണ്ട ആവശ്യമില്ല. ഏതിൽ? ഭഗവാന്റെ ഭക്തന്മാരോടുള്ള സംഘത്തിൻ്റെ ലവത്തോടുകൂടിയും സ്വർഗത്തെയോ മോക്ഷത്തെയോ സാദൃശ്യപ്പെടുത്തുന്നില്ല. മനുഷ്യരുടെ ആഗ്രഹങ്ങളെ പറയണമോ? അതിൻ്റെ ഭാവാർത്ഥം, സംസാര നിവൃത്തിയെ ആഗ്രഹിച്ചിട്ടാണ് ഭക്തജന സംഘത്തെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇപ്പോൾ എന്നിൽ നിന്ന് തന്നെ മോക്ഷത്തെ പ്രാർത്ഥിക്കരുതോ എന്നുള്ള ആശങ്കയെ പരിഹരിച്ചുകൊണ്ട് ഭഗവത് ഭക്ത സംഘമാഹാത്മ്യത്തെ 5 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുന്നു. ഭഗവത് ഭക്ത സംഘം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഭഗവാന്റെ ഭക്തന്മാരോടുകൂടെ ചേർന്നിരിക്കുന്ന അല്പസമയത്തിൽ അനുഭവപ്പെടുന്ന ആനന്ദം സ്വർഗസുഖത്തെയും മോക്ഷസുഖത്തെ തന്നെയും അതിശയിക്കുന്നതാകുന്നു. പിന്നെ മനുഷ്യലോകത്തിൽ സിദ്ധിക്കാവുന്ന മഹാരാജ പദവി മുതലായ സുഖങ്ങൾ ഭക്തജന സംസർഗം നിമിത്തം സിദ്ധിക്കുന്ന ആനന്ദത്തിന് സദൃശങ്ങളല്ലെന്ന് വേറെ പറയണമോ? ഒരു MP ആയാലോ MLA ആയാലോ, MLA കഴിഞ്ഞിട്ടാണല്ലോ MP, എന്നാലും ഭഗവത് സായുജ്യം, ഭഗവത് സാമീപ്യം അത് വല്ലാത്ത ഒരു ആശയമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 35-ാമത്തെ ശ്ലോകമാണ് 14-ാമത്തെ സ്തുതിയായിട്ട് വരുന്നത്. യത്രേഢ്യന്തേ കഥാമൃഷ്ടാം സൃഷ്ണായ പ്രശമോ യഥാ നിർവൈരം യത്ര ഭൂതേഷു ന ഉദ്യോഗോ യത്ര കശ്ചന. യാതൊരു സമാജത്തിൽ ശുദ്ധകളായ കഥകൾ കീർത്തിക്കപ്പെടുന്നു, യാതൊന്നുകൊണ്ട് ആശയുടെ ശാന്തി, യാതൊന്നിൽ പ്രാണികളിൽ വൈരമില്ലായ്മ, യാതൊന്നിൽ ഒരുവിധമായ മനോദുഃഖവും ഉണ്ടാകുന്നില്ല. ഒരു തരത്തിലുള്ള മനോദുഃഖങ്ങളും ഉണ്ടാവണില്ല എന്നാണ് പറഞ്ഞത്. അതിനാണ് ഉദാഹരണം കുചേലൻ. എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ, അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹീ ഈസ് വെരി ഹാപ്പി. ഹീ വാസ് വെരി ഹാപ്പി ആൻഡ് വി ആർ ഹാപ്പി, അല്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ പോണത്? ഭഗവത് ഭക്തന്മാരോടുള്ള സംഘത്തിൽ നിന്ന് സ്വർഗാദിശായി സുലഭ സുഖലാഭത്തിനുള്ള കാരണങ്ങളെ കാണിച്ചുകൊണ്ട് ഭക്തസംസർഗ മഹിമയെ 3 ശ്ലോകം കൊണ്ട് പുകഴ്ത്തുന്നു. ഭക്തജനങ്ങളുടെ സമാജത്തിൽ ഭഗവാന്റെ പരിശുദ്ധ കഥകളെ അവർ കീർത്തിക്കും. അതിൻ്റെ ശ്രവണത്താൽ വിഷയഭോഗങ്ങളിൽ ഉള്ള ആഗ്രഹം മൂലത്തോടെ നശിക്കും. അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. വിഷയസുഖ മൂലത്തോടുകൂടി നശിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അതിനാൽ പ്രാണികളിൽ വൈരമില്ലാതെ വരും. അവിടെ മതമത്സരങ്ങൾ ഉണ്ടാവില്ല, ലോഭമില്ല, ഭയമില്ല. അപ്പോൾ യാതൊരു വിധമായ മനഃശല്യവും മനഃശല്യം ബാധിക്കില്ല. ഈ വക സുഖങ്ങളൊന്നും സ്വർഗത്തിൽ ലഭിക്കുകയില്ല. ദേവന്മാർക്കും ഭോഗേശയും അസൂയയും മാത്സര്യാദി ദോഷങ്ങളും ഉള്ളതായിട്ട് പുരാണങ്ങളിൽ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് കഴിയുന്ന വേഗത്തിൽ വിരക്തി അനുഭവപ്പെടണം എന്ന് പ്രാർത്ഥിക്കാം.
ഇനി 36-ാമത്തെ ശ്ലോകം നമ്മൾക്ക് പിന്നെ ഭഗവത് സ്തുതിയിൽ എത്രാമത്തെയാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പേജ് മറിച്ച് നോക്കുന്ന വേണം. അതായത് 14 കഴിഞ്ഞു, ഇനി 15 യത്ര നാരായണ സാക്ഷാൽ അന്യാസിനാം പരമാഗതി സംസ്തൂയതേ സൽകഥാസു മുക്തസംഗൈ പുനഃ. അതായത് യാതൊന്നിൽ എല്ലാം ഉപേക്ഷിച്ചവരുടെ പരമഗതിയെ പരമമായ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന സാക്ഷാൽ ശ്രീനാരായണൻ സംഘത്തെ ഉപേക്ഷിച്ചവരാൽ സൽക്കഥകളിൽ വീണ്ടും വീണ്ടും നന്നായി സ്തുതിക്കപ്പെടുന്നു. ഏതൊക്കെ രാജാക്കന്മാർ, ഏതൊക്കെ ചക്രവർത്തിമാർ സിംഹാസനം ചെങ്കോലും കിരീടവും ഒക്കെ വേണ്ടാന്ന് പറഞ്ഞ മക്കൾക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വാനപ്രസ്ഥത്ത് പോയി സന്യാസം സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ പറയണു അതിൻ്റെ ഭാവാർത്ഥം, ഭക്തജന സമാജത്തിൽ സകല വിഷയാശകളെയും വിട്ടിരിക്കുന്ന ഭക്തന്മാർ സൽക്കഥാ പ്രസ്ഥാന സമയങ്ങളിൽ എല്ലാറ്റിനെയും ഉപേക്ഷിച്ചിരിക്കുന്ന ധന്യന്മാരുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന സാക്ഷാൽ ശ്രീ ഭഗവാനെ കുറിച്ച് പിന്നെയും പിന്നെയും കീർത്തിക്കും. ഇപ്രകാരമുള്ള ഭജനാനന്ദം മോക്ഷത്തെ പ്രാപിച്ചാൽ പിന്നെ കിട്ടുകയില്ല. അതിനാൽ മോക്ഷത്തെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. എപ്പോഴും സദാസേവ്യ സദാസേവ്യ ഭാഗവതം. അപ്പോൾ അടുത്തത് 37-ാമത്തെ ശ്ലോകം 16-ാമത്തെ സ്തുതി. തേഷാം വിചരതാം പദ്ഭ്യാം തീർത്ഥാനാം പാവനേശ്ചയാ ഭീതസ്യ കിം ന രോചേത താവകാനാം സമാഗതാം. തീർത്ഥങ്ങളുടെ പരിശുദ്ധീകരണത്തിൽ ഇച്ഛയോടുകൂടെ പദങ്ങൾ കൊണ്ട് സഞ്ചരിക്കുന്ന, അതായത് നടന്നു പോയിട്ട് അങ്ങയുടെ സംബന്ധികളായ അവരുടെ ചേർച്ച ഭയപ്പെട്ടിരിക്കുന്നവനെ രുചിക്കാതിരിക്കുന്നതെങ്ങനെ? ഭയമുള്ളവന് ഈശ്വരകാരുണ്യം വന്നാലത്തെ സന്തോഷം എന്താ? അപ്പോൾ ശ്രദ്ധിക്കുക, ദുർജന സമ്പർക്കത്താൽ ശക്തി കുറഞ്ഞിരിക്കുന്ന തീർത്ഥങ്ങളുടെ പരിശുദ്ധിയെ വരുത്തുവാനായി പാദസഞ്ചാരം ചെയ്യുന്ന നിന്തിരുവടിയുടെ ഭക്തന്മാരായ അവരുടെ സംസർഗം സംസാരഭീതനായ ഒരുവന് എങ്ങനെ രുചിക്കാതെയിരിക്കും? രുചിക്കും എന്നാണ് പറഞ്ഞത്. ഇനി 38-ാമത്തെ ശ്ലോകമാണ്. 17-ാമത്തെ സ്തുതിയാണ്. വയം തു സാക്ഷാൽ ഭഗവാൻ ഭവസ്യ പ്രിയസ്യ സഖ്യുക്ഷണസംഗമേന സൂതിശ്ചികിത്സസ്യ ഭവസ്യ മൃത്യോർഭിക്ഷക്തമാം ത്വാദ്യഗതിം ഗതാസ്മാം. അതായത്, ഹേ ഭഗവാനെ, ഞങ്ങളാകട്ടെ പ്രിയനും സഖാവുമായ പരമശിവൻ്റെ അല്പസമയത്തെ ചേർച്ച കൊണ്ട് മാറ്റുവാൻ ഏറ്റവും അശക്യമായ ജനനമരണങ്ങളുടെ ഉത്കൃഷ്ട വൈദ്യനായ അങ്ങയെ ഇപ്പോൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഭഗവാനേക്കാൾ വലിയ ശാശ്വതനായ ഒരു വൈദ്യനില്ല ഈ ലോകത്ത്. പിന്നെന്താ വേണ്ടത്? എന്തിനാ ശരിക്കും പറഞ്ഞാൽ ഈ മെഡിക്കൽ പോളിസി എടുക്കുന്നത്? ഭഗവാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ വേണ്ടാന്നർത്ഥം. അത്ര ശ്രേഷ്ഠമാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. ഹേ ഭഗവൻ, ഞങ്ങളാകട്ടെ ഭഗവത് ഭക്ത സംഘബലത്തെ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവരോടുള്ള ചേർച്ച പരമഫലപ്രധാനമെന്നുള്ളതിൽ ലേശവും സംശയമില്ല. എങ്ങനെ എന്നാൽ നിന്തിരുവടിയുടെ പ്രിയനും സ്നേഹിതനുമായ പരമശിവനോടുള്ള അല്പസമയത്തെ ചേർച്ച നിമിത്തം എത്ര തന്നെ പ്രയത്നപ്പെട്ടാലും നിവർത്തിപ്പാൻ പ്രയാസമേറിയ ജനന മരണങ്ങളാകുന്ന മഹാരോഗങ്ങളെ എളുപ്പത്തിൽ നശിപ്പിക്കുന്ന, അതായത് ജനിക്കുക മരിക്കുക എന്നുള്ളത് രോഗമാണെന്നാണ് പറയുന്നത്, മഹാരോഗമാണ്.
അപ്പോൾ എളുപ്പത്തിൽ നശിപ്പിക്കുന്ന ഉത്കൃഷ്ട വൈദ്യനായ നെന്തുരുവടിയെ ശരണം പ്രാപിപ്പാൻ സാധിച്ചിരിക്കുന്നു. അഹോ ഭഗവത് ഭക്ത സംഘമഹിമ എന്ന് പറഞ്ഞു. ഇനി 39-ാമത്തെ ശ്ലോകം 18-ാമത്തെ സ്തുതി എന്താ? യന്നസ്വധീതം ഗുരുവ പ്രസാദിത വിപ്രാശ്ച വൃദ്ധാശ്ച സദാനുവൃത്യ ആര്യാനദാ സുഹൃത്തോ ഭ്രാതരശ്ച സർവാണി ഭൂതാന്യനസൂയൈവ. അതായത് ഞങ്ങളാൽ അധ്യയനം ചെയ്യപ്പെട്ടുവെന്നത് യാതൊന്നോ, അതായത് രുദ്രഗീതം ശുദ്ധഭാവത്തോടുകൂടെ തന്നെ ഗുരുക്കളും ബ്രാഹ്മണരും വൃദ്ധന്മാരും എപ്പോഴും അനുകൂല ആചരണത്താൽ പ്രസാദിപ്പിക്കപ്പെട്ടുവോ, ആര്യന്മാർ നമസ്കരിക്കപ്പെട്ടുവോ, സുഹൃത്തുക്കളും ഭ്രാതാക്കളും സർവഭൂതങ്ങളും സൽക്കരിക്കപ്പെട്ടുവോ? എന്തുകൊണ്ട്? ഈശ്വര മഹിമ അറിഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇനി 40-ാമത്തെ ശ്ലോകം 19-ാമത്തെ സ്തുതി 21 യന്നസുതപ്തം തപയേതീഷ നിരന്തസാം കാലമദഭ്രമപ്സു സർവം തദേതൽ പുരുഷസ്യ ഭൂമ്നോ വൃണീമഹേതേ പരിതോഷണായ. അതായത് ഈശ്വര, ജലത്തിൽ അന്നം ഉപേക്ഷിച്ചിരിക്കുന്ന ഞങ്ങളുടെ സുഷ്ടുവായി ആചരിക്കപ്പെട്ടതും ഉഗ്രവുമായ ഈ തപസ് യാതൊന്നോ അത് സർവം അതൊക്കെയും സർവത്ര നിറഞ്ഞിരിക്കുന്ന അന്തര്യാമിയായ അങ്ങയുടെ, നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമി എന്താണെന്നാണ് പറഞ്ഞത്? സർവത്ര നിറഞ്ഞിരിക്കുന്ന. അപ്പോൾ സന്തോഷത്തിനായിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷം വേണം. അതെങ്ങനെ? അങ്ങയുടെ പ്രസൻസ് കൊണ്ട്. അതാ പറഞ്ഞത്. അപ്പം ഇവിടെ ഈ 39-ാമത്തെയും 40-ാമത്തെയും ശ്ലോകം, അതായത് 39-40-ൻ്റെയും ശ്ലോകത്തിൻ്റെ ഒന്നായിട്ടാണ് ഭാവാർത്ഥം പറഞ്ഞത്. രണ്ടിൻ്റെയും വാക്കാർത്ഥം വേറെ പറയുണ്ടായി, ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലയോ കാലസ്വരൂപനായ ഈശ്വര, നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേ മെനി മോർ ഡേയ്സ് എന്നൊക്കെ, വിഷ് യു മെനി മോർ ഡേ എന്നൊക്കെ എന്തൊക്കെ പറയും, അതൊക്കെ സത്യത്തിൽ നമ്മുടെ ആയുസ്സിനെ ഹരിക്കണ ഫങ്ഷനാണ്. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ ഈശ്വരോപാസന തുടങ്ങണം. എന്നാൽ എന്താ, ഈ ഭഗവാൻ കാലസ്വരൂപനാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ വേണ്ടതുപോലെ സ്വരവ്യത്യാസം മുതലായ ദോഷങ്ങൾ, സ്വരവ്യത്യാസം, മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ സ്വരങ്ങളൊക്കെ അറിയണം, ബാധിക്കാതിരിക്കത്തക്ക വിധം വേദം പഠിച്ചതും ഗുരുഭൂതന്മാരെ പ്രസാദിപ്പിച്ചതും ബ്രാഹ്മണരെയും വൃദ്ധന്മാരെയും അനുസരിച്ച് സേവിച്ചതും ആര്യന്മാരായ മറ്റു ജനങ്ങളെ നമസ്കരിച്ചതും സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും സർവപ്രാണികളെയും പരിശുദ്ധ ഭാവത്തോടുകൂടെ ആരാധിച്ചതും ഇത്രയും കാലം ജലാന്തർഭാഗത്തിൽ ആഹാരാദികളെ വെടിഞ്ഞ് കഠോരമായി തപസ് ചെയ്തു. അപ്പോൾ തപസ്സിൻ്റെ രീതി എന്താ? ആഹാര നിഹാരങ്ങളൊന്നും ഇല്ലാതെ കണ്ടെന്നാണ്. എല്ലാം സർവത്ര നിറഞ്ഞും സർവന്തര്യാമിയായും ഇരിക്കുന്ന നെന്തിരുവടിയുടെ പരിതോഷത്തിനായി ഭവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇഹപര ലോകങ്ങളിൽ അനുഭവിക്കത്തക്കതായ മറ്റു സർവവും കാലസ്വരൂപനായ നെന്തിരുവടിയാൽ ഗ്രസ്തമായിരിക്കുന്നതിനാൽ നശ്വരമായതുകൊണ്ട് യാതൊന്നിനെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതായിരിക്കണം ആയുഷ്കാലത്തിൽ ചെയ്യുന്ന സകല കർമ്മങ്ങളെക്കുറിച്ചും ഭക്തനായ ഒരുവൻ്റെ സത്യമായ സങ്കല്പം. എന്നാൽ ആ ഭക്തൻ അവസാനത്തിൽ മുക്തനായി ഭവിക്കുമെന്നാണ് ഇതിൽ അടങ്ങിയ പരമരഹസ്യം എന്ന് പറയണ്ടേ. ഇനി 41-ാമത്തെ ശ്ലോകം പറഞ്ഞ് നിർത്താം.
41-ാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ സ്തുതിയിൽ എത്രയായി എന്ന് നോക്കണമല്ലോ. അത് 19, അപ്പോൾ ഇത് 20ആയി. മനുസ്വയംഭൂർഭഗവാൻ ഭവശ്ച യേ അന്യേ തപോ ജ്ഞാനവിശുദ്ധസത്വ അദൃഷ്ടപാര അഭിയന്മഹിംന സ്തുവന്ധ്യധോത്വാ ആത്മസമം ഗൃണീമാം. അതായത് തപസ്, ജ്ഞാനം ഇവയാൽ പരിശുദ്ധമായ അന്ധകരണത്തോടുകൂടിയ മനു, ബ്രഹ്മാവ്, ജ്ഞാനമൂർത്തിയായ ശിവൻ, മറ്റുള്ളവരും യാതൊരുവൻ്റെ മഹിമാവിൻ്റെ പാരത്തെ മറുകരയെ ദർശിക്കാത്തവരാണെങ്കിലും അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അറിവനുസരിച്ച് ഞങ്ങളും സ്തുതിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് അറിയേണ്ടത്. തപസ്, ജ്ഞാനം എന്നിവയാൽ അന്ധകരണ പരിശുദ്ധിയെ പ്രാപിച്ചിരിക്കുന്ന മനു, ബ്രഹ്മാവ്, ജ്ഞാനമൂർത്തിയായ ശ്രീ ശിവൻ മുതലായവരും മറ്റനേകം പേരും അങ്ങയുടെ മഹിമയെ സമ്പൂർണമായി അറിഞ്ഞിട്ടില്ലെങ്കിലും ബ്രഹ്മാവും ശിവനും കൂടി സാക്ഷാൽ ശ്രീഹരിയുടെ പൂർണ്ണമായിട്ടുള്ള അറിവ് അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവർ അങ്ങയെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ അല്പമായ ജ്ഞാനത്തെ അനുസരിച്ച് നിന്തിരുവടിയെ സ്തുതിക്കുന്നു. അത് അയുക്തമായി വരികയില്ലെന്ന് സാരം. യുക്തമായിട്ട് തന്നെ തീരും എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.